ഒരു ഉറച്ച തീരുമാനമാണ്. അദ്ദേഹം സഹകരിക്കുന്ന സിനിമാ സെറ്റുകളിൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ടാവുകയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ സിനിമാ സംഘടനകൾ അടിയന്തരമായി ഈ തീരുമാനം എടുക്കണമെന്നും ശ്രീ അഭിലാഷ് പിള്ള ആവശ്യപ്പെടുകയാണ്. ശ്രീ AK സന്തോഷ്, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ സിനിമാ സംഘടനകൾക്ക് കഴിയുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല നിയന്ത്രണങ്ങളും പല ആളുകളിൽ നിന്നും ഉണ്ടാവുന്നതാണല്ലോ സിനിമാ സംഘടനകളിലും. മഞ്ജുഷ്, ഞാൻ കാര്യം പറയാം. സിനിമാ സംഘടനകളായാലും വ്യക്തികളായാലും നമുക്ക് ചില പരിമിതികളുണ്ട്. ഇപ്പൊ ശ്രീ ജോസ് തോമസിനെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ FEFCAയിലെ അംഗമാണ്, റൈറ്റേഴ്സ്. ഒരു സംഘടനയിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ച് ഒരു സെറ്റിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു മറു ചോദ്യം മഞ്ജുഷിനോട് ചോദിക്കുകയാണ്. ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഈ നടനെതിരെ വന്ന ഒരു കംപ്ലൈന്റിൽ ആ കംപ്ലൈന്റിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു ആ കംപ്ലൈന്റ് ലോഡ്ജ് ചെയ്ത വ്യക്തി പോലും അതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നു. കോടതി പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ശ്രീമതി ആശ ഉണ്ണിത്താൻ അദ്ദേഹം അഡ്വക്കേറ്റ് എന്നാണ് എന്റെ വിശ്വാസം. ഇരയുടെ പേരെ പറയാൻ പാടില്ല എന്നുള്ളൂ. പ്രതിയുടെ പേര് പറയുന്നതിന് കുഴപ്പമില്ല. ഇവിടെ പ്രതിയുടെ പേര് ശ്രീ സജി നന്ദിയാട്ട് ഡിസ്ക്ലോസ് ചെയ്തു എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെയാണ് കുറ്റക്കാരനാക്കുന്നത്. ഇതുപോലുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒട്ടും നമുക്ക് ലോജിക്കില്ലാത്ത തർക്കങ്ങളുമായിട്ട് വന്നിട്ട് ഒരു പരാതിയെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നത് ഈ പരാതി തന്ന ആള് തന്നെ. പിന്നെ സംഘടനകൾക്ക് എപ്പോഴും ഇതിലൊരു പരാതി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അദ്ദേഹത്തിന് ഏതൊരു ഒരു നടൻ കഞ്ചാവ് കിട്ടാതെ വെളുപ്പിന് 3 മണിക്ക് കഞ്ചാവ് കിട്ടാതെ ഞാൻ അഭിനയിക്കില്ല എന്ന് പറയുമ്പോൾ അത് വെളിപ്പെടുത്താൻ എന്നോ നടന്നൊരു സംഭവം ഇന്നാണ് പറയുന്നത്. അപ്പോ അതും ഒരു പ്രശ്നമാണ്. സംഘടനയ്ക്ക് നിയമപരം ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാൻ ഒരു സംഘടനയ്ക്കും അധികാരം കൂടി വന്നാൽ അദ്ദേഹത്തിന് ആ മെമ്പർഷിപ്പ് റദ്ദ് ചെയ്ത് വിടാം. അതുകൊണ്ട് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് റദ്ദാക്കുന്നില്ല. അപ്പോ ഒരു സിനിമാ സെറ്റിൽ എപ്പോഴും സംഭവിക്കുന്നത് ഒരു ആണിന് അല്ലെങ്കിൽ മറ്റുള്ള ക്രൂസിനൊന്നും ഇതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നില്ല. പ്രൊഡ്യൂസർക്ക് ചിലപ്പോൾ ബാധിക്കുമായിരിക്കും. സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ മോശമായിട്ട് അപൗരവാദിയായിട്ട് അല്ലെങ്കിൽ മോളസ്റ്റേഷൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോഴും നടന്നത് അത് തന്നെയാണ്, അല്ലേ? അതും ഒരു പരിധി കഴിയുമ്പോൾ ബ്രെയിൻ വാഷിങ്ങും വൈറ്റ് വാഷിങ്ങും ഒക്കെ ആയിട്ട് ഈ പരാതിക്കാരി തന്നെ ഇത് പതുക്കെ ഇതൊന്ന് വിഡ്രോ ചെയ്ത് പോകുന്ന അത് ഇവർക്ക് വളരെ ഒരു സേഫ്റ്റി സൈഡുമാണ്. അവിടെ ഈ അഭിലാഷ് പിള്ള പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ അത് പ്രായോഗികമാണോ? ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ വൈറ്റ് വാഷ് ചെയ്യപ്പെടും. വെള്ളം പൂശാൻ ആളുകളുണ്ടല്ലോ. അപ്പോൾ അഭിലാഷ് പറയുന്നു ഇവരെ സഹകരിപ്പിക്കുകയേ ചെയ്യരുത് എന്ന് സിനിമയിലുള്ളവർ തീരുമാനമെടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണോ അത്? മഞ്ജുഷ്, ഈ 2 പേര് മാത്രമല്ല സിനിമയിൽ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. നമുക്ക് വേറെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ നാളെ പരാതി വരുമ്പോൾ ചിലപ്പോൾ അവർ ഡിസ്ക്ലോസ് ആയിരിക്കും. ഇവരെ 2 പേരെ മാറ്റി നിർത്തിയാലും അടുത്ത 2 ശ്രീനാഥ് ഭാസിമാരും ഷൈൻ ടോം ചാക്കോയും വരും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ പേരുകൾ ഇങ്ങനെ പറയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മുടെ സഹപ്രവർത്തകരാണ്. ഞാൻ സിനിമ ചെയ്തിട്ടുള്ളവരാണ്. വ്യക്തിപരമായി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവരിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സത്യസന്ധമായ കാര്യമാണ് നമ്മൾ ഈ ചാനലിൽ ലക്ഷോപലക്ഷം ആളുകളുടെ മുമ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനെങ്ങനെയാണ് പരിഹാരം? നാളെ ഞാൻ തുടങ്ങുകയാണ്. ഞാൻ ഇതുവരെ മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നാളെ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തിരക്കഥാകൃത്താണ്. ഞാൻ അടുത്ത സിനിമ മുതൽ ഞാൻ MDM കഴിച്ചോ എഴുതുന്നു പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെ എങ്ങനെ തയ്യാറെടുക്കാൻ പറ്റും? ഇത് നടക്കുന്ന ഇത് സിനിമയിലെ നമുക്ക് ഇയാളെ മാറ്റി നിർത്താം. ശരി, ഇവർ 2 പേരും അടുത്ത നാളെ സിനിമയിൽ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്താം. അടുത്ത വരുന്നവർ ഇത് തുടങ്ങുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മള് ഈ ലഹരികളുടെ വകുപ്പുകൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രം മദ്യം അല്ലെങ്കിൽ ചാരായം, ബ്രാൻഡി, വിസ്കിക്കൊന്നും അത്ര രൂക്ഷതയില്ല. കഞ്ചാവിനും അത്ര രൂക്ഷതയില്ല. MDMA ആണ് ഇപ്പൊ വില്ലൻ. ഈ MDMA അടിച്ചു വരുന്നവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവന്റെ കയ്യിൽ നിന്ന് വയലന്റ് ആയിട്ടുള്ള റിയാക്ഷൻ വരുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ ഇത് കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. എന്റെ കൂടെ ഡിസ്കഷൻ ഇരിക്കുന്ന ഒരു വ്യക്തി ഇത് കഴിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ചേട്ടാ, ഒരു സീൻ നമുക്ക് ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ അയ്യോ ഇങ്ങനെ വേണ്ട, നമുക്ക് ഇതാണ് എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാക്കിന് എന്റെ കണ്ണക്കുറ്റിക്ക് അടിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാള് ഇത് അടിച്ചിട്ടുള്ള കാര്യം. അപ്പോ ഇതില് പിന്നെ അപ്പൊ ഞാൻ പരാതി പറയണം. ഈ പരാതികളും അതേ ഞാൻ പറഞ്ഞ ഫിസിക്കൽ വയലേഷനോ സെക്ഷൽ മോളസ്റ്റേഷനോ ഒക്കെ ഒരു തെറ്റിലോ അല്ലെങ്കിൽ പ്രവൃത്തി സ്ഥലത്തോ ജോലി സ്ഥലത്തോ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഡീപ്പായിട്ട് പോവുകയും ആ വ്യക്തി ഇതാണ് കാരണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. അദ്ദേഹത്തെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതും ചികിത്സിക്കുക എന്നുള്ളതും നമുക്ക് അവരെ റൂൺ ചെയ്ത് മാറ്റി നിർത്താനേ പറ്റുള്ളൂ. സഹതാപപൂർവ്വം നമുക്ക് പറയാം അവർ നന്നായാൽ നമുക്ക് തിരിച്ചെടുക്കാം.
എനിക്ക് തോന്നുന്നില്ല അത് അവർ കൊച്ചു ഒരു അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ കഴിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ അതിന്റെ നിയമപരമായുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുക എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ അവകാശമാണ്. അതിന്റെ കോൺസിക്വൻസ് അവർ അനുഭവിക്കുന്ന അവർ തന്നെയാണ്. അവർ മൂലം എനിക്കോ മഞ്ജുഷിനോ ജോസ് തോമസിനോ അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ പലരും നമ്മൾ പറഞ്ഞു നമ്മുടെ ആളല്ലേ, കുട്ടികളെ സന്തോഷം എന്തിനാണ് ശത്രുത, അയാൾ രക്ഷപ്പെട്ടു പോട്ടെ, പാപം അയാൾ ജീവിച്ചു വരുന്നുള്ളൂ, സിനിമയിൽ വെച്ച് വരുന്നുള്ളൂ, വിട്ടേക്ക്, ഞാനും വിടും. അങ്ങനെ വിടുന്നതാണ് ഇവർക്കൊക്കെയുള്ള ഒരു വലിയ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ശ്രീജിത്ത് പണിക്കർ ഈ പറഞ്ഞു വരുമ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് തന്നെ, കുറേ മാസങ്ങളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ഈ പറയുന്ന ആളുകൾ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ ഈ സെറ്റിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച്